ഹായ് ഹലോ ഫ്രം മലേഷ്യ. ഇത് നമ്മുടെ ഫസ്റ്റ് ഡേ ഇൻ മലേഷ്യയാണ്. നമ്മൾ ലാൻഡ് ചെയ്ത് നമ്മുടെ ക്യാബിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ടൈമിൽ എടുത്തൊരു വീഡിയോ ആണ്. ആൻഡ് ഇത് കുറേ നാളായി ഞാൻ ഈ വീഡിയോ എല്ലാം ഇവിടെ ഷെയർ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ടായിരുന്നു. ബട്ട് ബാക്ക് ടു ബാക്ക് എനിക്ക് ഓരോ പുതിയ ക്ലയൻറ്റ് മീറ്റിങ്സും നമ്മുടെ എക്സ്പാൻഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള ഓരോ ഡിസ്കഷൻസൊക്കെ ഉള്ളതുകൊണ്ട് ഐ വാസ് നോട്ട് ഏബിൾ ടു ഷെയർ ഓൾ ദീസ് വീഡിയോസ്. ആൻഡ് ഫൈനലി ഐ എം പുട്ടിങ് ഓൾ ദീസ് വീഡിയോസ്. ഇറ്റ് ഇസ് ഫ്രം ദ day one when we went to Malaysia. ആൻഡ് ഫസ്റ്റ് ഡേ നമ്മൾ ലാൻഡ് ചെയ്തതിൻ്റെ അന്ന് തന്നെ നമുക്കൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ആൻഡ് ദിസ് ഇസ് എ ബ്യൂട്ടിഫുൾ പ്ലേസ് ദറ്റ് വി സ്റ്റേഡ്. നമ്മൾ ഈ ആക്ച്വലി ട്രിപ്പ് വേറൊരു ട്രാവൽ ഏജൻസിക്ക് കൊടുത്ത് പ്ലാൻ ചെയ്യാമെന്നൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് നമുക്ക് ഒരു ടൂർ പാക്കേജ് അല്ല വേണ്ടത്. നമുക്ക് വേണ്ടിയിരുന്നത് ജസ്റ്റ് ഹോട്ടൽ ബുക്കിങ്സ് മാത്രമായിരുന്നു. വി നീഡ് അറേഞ്ച്മെൻറ്റ്സ് ഇൻ ഹോട്ടൽ ബുക്കിങ്സ് ആൻഡ് ക്യാബ്. അപ്പോൾ ഈ ഒരു ഫെസിലിറ്റി ആയിരുന്നു നമുക്ക് വേണ്ടത്. ബട്ട് അങ്ങനത്തെ ഒരു ഫെസിലിറ്റി നമുക്ക് ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഫൈനലി ഞാൻ തന്നെയാണ് ഇത് മുഴുവൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. സ്റ്റാർട്ടിങ് ഫ്രം ബുക്കിംഗ് ദ ഹോട്ടൽ, വിച്ച് ഓൾ ഹോട്ടൽസ് ടു ചൂസ്, നമ്മുടെ ക്ലയൻറ്റ് മീറ്റിംഗ്സ് നടക്കുന്നതിൻ്റെ അടുത്തുള്ള സ്പേസസ്, ഹൗ ടു റീച്ച് ദറ്റ് സ്പേസ്, അങ്ങനത്തെ എല്ലാ കാര്യവും. ആൻഡ് ഓൾ ദീസ് ക്ലിപ്സ് എല്ലാം നമ്മൾ ഒന്നുകിൽ ക്ലയൻറ്റ് മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ ക്ലയൻറ്റ് മീറ്റിംഗ് ഇല്ലാത്ത ദിവസങ്ങളിലൊക്കെ എടുത്ത കുറേ ക്ലിപ്സാണ് ഇതിൽ കാണുന്നത്. ആൻഡ് ദ ഫസ്റ്റ് ഡേ വി ഹാഡ് എ ബ്യൂട്ടിഫുൾ മീറ്റിംഗ് വിത്ത് എ ക്ലയൻറ്റ് ബേസ്ഡ് ഇൻ ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രി. ഈ പറഞ്ഞ ക്ലയൻറ്റ്സിനെല്ലാം ഞാൻ എൻ്റെ ലിങ്ക്ഡിൻ വഴിയും അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിൽ നെറ്റ്വർക്കിംഗ് ചെയ്തിട്ടുമാണ് ഞാൻ ഈ ക്ലയൻറ്റ്സിനെല്ലാം കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നത്. ഇറ്റ് വാസ് നോട്ട് ലൈക്ക് ഫൈൻഡിങ് എ ക്ലയൻറ്റ്, ബട്ട് ഐ വാസ് ലൈക്ക് ലുക്കിംഗ് ഫോർ ഡിഫറെൻറ്റ് പ്ലേസസ് ടു ഡു ദ എക്സ്പാൻഷൻ. അപ്പോൾ ഞാൻ ഈ ഏതൊക്കെ കൺട്രിയിൽ നമുക്ക് പുതിയതായിട്ട് എക്സ്പാൻഡ് ചെയ്യാം, പൊട്ടൻഷ്യൽ എവിടെയൊക്കെ ഉണ്ട് എന്നുള്ളൊരു മാർക്കറ്റ് റിസർച്ച് ആൻഡ് സ്റ്റഡിയുടെ ബേസിസിൽ ഞാൻ കുറേ പ്ലേസസ് ഫിഗർ ഔട്ട് ചെയ്തപ്പോഴത്തേക്കും എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയതും ഞാൻ നോക്കുന്ന ഒരു ബിസിനസ്സസ് ഞാൻ നോക്കുന്ന ഒരു ക്ലയൻറ്റ് പ്രൊഫൈൽസൊക്കെ മാച്ചായി വരുന്ന കുറേ കാര്യങ്ങൾ ഞാൻ കാണുകയും അവരുമായിട്ടൊക്കെ ഞാൻ ഇൻട്രാക്ട് ചെയ്യാനും നെറ്റ്വർക്ക് ചെയ്യാനും ഞാൻ കുറേ നാൾക്ക് മുന്നേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ബേസ്ഡ് ഓൺ ദാറ്റ് ആണ് എനിക്ക് അങ്ങോട്ടേക്ക് മൂവ് ചെയ്ത് ഇനിഷ്യലി അല്ലെങ്കിൽ കുറച്ച് സ്പീഡപ്പായിട്ട് തന്നെ എനിക്ക് പ്രോജക്ട്സ് പിക്കപ്പ് ചെയ്യാൻ പറ്റിയത്. ഇറ്റ് ഇസ് നോട്ട് ലൈക്ക് വൺ ഫൈൻ ഡേ ഞാൻ ഡിസൈഡ് ചെയ്തു ഐ വിൽ ഗോ ടു മലേഷ്യ, ഐ വിൽ ഫൈൻഡ് ക്ലയൻറ്റ്സ്, ഐ വിൽ എക്സ്പാൻഡ് ദെയർ, അങ്ങനെ എടുത്തൊരു ഡിസിഷനേ അല്ല. ഇറ്റ് ടുക്ക് എ ലോട്ട് ഓഫ് ടൈം. ബട്ട് ഞാൻ അതിനു വേണ്ടി കുറേ ടൈം മാറ്റി വെച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. എൻ്റെ നോർമൽ വർക്കിൻ്റെ ഇടയിൽ ഐ യൂസ് ടു ഫൈൻഡ് ടൈം ആൻഡ് ഡു ഓൾ ദീസ് റിസർച്ച് ആൻഡ് തിങ്സ്. അങ്ങനെയാണ് ഞാൻ ഈ ഒരു എക്സ്പാൻഷൻ എന്ന് പറഞ്ഞൊരു കാര്യം എനിക്ക് ചെയ്യാൻ പറ്റിയത്. ഓൾസോ ടു ഓൾ പീപ്പിൾ ഹു വാസ് വാച്ചിങ് ദിസ് വീഡിയോ, ഞാൻ ഈ പറഞ്ഞ മലേഷ്യയിൽ പെട്ടെന്നൊരു ദിവസം പോയി എക്സ്പാൻഷൻ ചെയ്തതല്ല. ഐ ഹാവ് ബീൻ ടു മലേഷ്യ ബിഫോർ. ആൻഡ് അന്നേ ഞാൻ എന്തൊക്കെയാണ് എനിക്ക് ആ പ്ലേസിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്നതായിട്ട് ഉള്ള കാര്യങ്ങൾ, അവിടുത്തെ ഒരു ബിസിനസ് സിനാരിയോ എന്താണ്, ഹൗ ഇസ് എ പീപ്പിൾ സ്പെൻഡിങ് ബിഹേവിയർ, ഹൗ ബിസിനസ്സസ് വർക്ക് എന്നുള്ള എല്ലാ റിസർച്ചും ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കുറേ നാൾക്ക് മുന്നേ ചെയ്തു. പക്ഷേ എന്തുകൊണ്ടോ എൻ്റെ ബാക്കിയുള്ള ഓരോ തിരക്കുകൾ കാരണം എനിക്ക് ആ ടൈമിൽ പിന്നെ അത് പ്രൊസീഡ് ചെയ്യാൻ പറ്റിയില്ല. ബട്ട് ഞാനൊരു ബേസിക് റിസർച്ച് നേരത്തെ ചെയ്ത് വെച്ചിരുന്നതുകൊണ്ട് തന്നെ എനിക്കൊരു പ്രോപ്പർ ടൈം വന്നപ്പോഴത്തേക്കും ബാക്കിയുള്ള ഓൺലൈൻ നെറ്റ്വർക്കിങ്ങും അതെല്ലാം വെച്ച് പുഷ് ചെയ്തിട്ട് എനിക്ക് ഈ കാര്യങ്ങൾ മുന്നോട്ട് ചെയ്യാൻ പറ്റിയതാണ്. ഇറ്റ് ഇസ് നോട്ട് ലൈക്ക് പെട്ടെന്നൊരു ദിവസം ചെയ്തതൊന്നുമല്ല. ഇറ്റ് ടേക്സ് ലോട്ട് ഓഫ് ടൈം ടു ഡു. അപ്പോൾ ഓൾസോ ഞാനിപ്പോൾ ഒരു പ്രൊഫഷണലി ഒരു ബിസിനസ് ചെയ്യുന്ന ഒരു പേഴ്സൻ്റെ ഒരു മെൻറ്റാലിറ്റിയിലല്ല ഞാൻ ഈ കാര്യങ്ങൾ ചെയ്തേക്കുന്നത്. I was more into connection building and doing it in my own way. It is not like ഒരു കമ്പനി ചെയ്യുന്നൊരു മെക്കാനിസം വെച്ചൊന്നുമല്ല ഞാനതൊക്കെ ചെയ്തേക്കുന്നത്. ദിസ് ഇസ് ദ തിങ്സ് വാട്ട് ഐ ഡിഡ്. ആൻഡ് ദിസ് ഡേ വി ഹാഡ് എ മീറ്റിംഗ് വിത്ത് ദ ഹോസ്പിറ്റാലിറ്റി ക്ലയൻറ്റ്. നമ്മൾ ഓൺലൈനിൽ കുറേ മീറ്റിങ്സൊക്കെ ഇരുന്നിട്ടുണ്ടായിരുന്നു. ബട്ട് ഓഫ്ലൈൻ ഡ്യൂ ടു സം ലാംഗ്വേജ് ബാരിയേഴ്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർലി നടക്കാത്തതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഫസ്റ്റ് ഡേയിലത്തെ നമ്മുടെ ഫസ്റ്റ് മീറ്റിംഗ് അത്ര ഓക്കെ ആയി പോയില്ല. നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ അല്ല പോയത്. വാട്ട് വി ഡിഡ് വാസ് ലൈക്ക് ആ മീറ്റിംഗ് കഴിഞ്ഞു വി ജസ്റ്റ് ഹാങ് അറൗണ്ട് ആ ഒരു പ്ലേസിൻ്റെ അടുത്തുള്ള കുറച്ച് പ്ലേസസിലൊക്കെ പോയി. ഈ ഹോസ്പിറ്റാലിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ക്ലയൻറ്റിൻ്റെ കോമ്പറ്റീറ്റേഴ്സിൻ്റെ കുറച്ച് പ്ലേസസിലൊക്കെ പോയി നമ്മൾ എല്ലാ സ്ഥലത്തും വാക്ക് ഇൻ ചെയ്ത് നമ്മൾ കുറച്ചും കൂടെ ഒരു സ്റ്റഡി ചെയ്തു ലൈക്ക് ഹൗ ദീസ് ബിസിനസ്സസ് വർക്ക് ഇൻ മലേഷ്യ എന്നുള്ളത്. ബേസ്ഡ് ഓൺ ഓൾ ദീസ് ഇൻപുട്സ് നമ്മൾ പിന്നെ ഒരു ഇൻ്റർപ്രറ്ററിനെയും കൂടെ നമ്മൾ ഹയർ ചെയ്തു ഫോർ എ ഡേ ഫോർ ദെയർ ലാംഗ്വേജ്, നമ്മുടെ ലാംഗ്വേജിൽ നിന്ന് അതിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് സംസാരിക്കാനായിട്ട്. വിത്ത് ദ ട്രാൻസ്ലേറ്റർ ആൻഡ് ഓൾ ദീസ് ന്യൂ റിസർച്ച് ദാറ്റ് വി ഡിഡ് ഓൺ ദിസ് ഡേ ദാറ്റ് വി
നമ്മൾ റൂം ചെയ്ത ദിവസത്തെ ഇൻപുട്സ് എല്ലാം വെച്ചിട്ട് നെക്സ്റ്റ് ഡേ വി വെൻറ്റ് ഫോർ ദ മീറ്റിംഗ് അഗെയിൻ. അപ്പോൾ ഈ നെക്സ്റ്റ് ഡേ മീറ്റിങ്ങിന് പോയതിൻ്റെ വിഷ്വൽസാണ് ഇപ്പോൾ ആക്ച്വലി നിങ്ങൾ കാണുന്നത്. ഈ ഒരു ബ്യൂട്ടിഫുൾ ഏരിയയിലാണ് ക്ലയൻറ്റിൻ്റെ ഓഫീസ് വരുന്നത്. ആൻഡ് നമ്മൾ ആക്ച്വലി ഈ ഒരു പ്ലേസിൻ്റെ അടുത്ത് ഐ തിങ്ക് വി വെൻറ്റ് ബൈ ഗ്രാബ് ഓർ സംതിങ്. ഗ്രാബിൽ നമ്മൾ പോയി ആൻഡ് വാക്കബിൾ ഡിസ്റ്റൻസ് ആയിരുന്നു. അപ്പോൾ ഗ്രാബിൽ പോയി നമ്മൾ മോർണിംഗ് രാവിലെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. സോ വി വെൻറ്റ് ടു സം റെസ്റ്റോറൻറ്റ്സ് നിയർ ബൈ, റെസ്റ്റോറൻറ്റ് ഓഫ് കെഫേ, ഐ ഡോണ്ട് റിമെമ്പർ. അവിടെ പോയതിന് ശേഷം പിന്നെ അവിടെ നിന്ന് നമ്മൾ വാക്ക് ചെയ്ത് ക്ലയൻറ്റിൻ്റെ ഓഫീസിലേക്ക് പോകുന്ന വിഷ്വൽസാണ് ഇപ്പോൾ ഇത്. ആൻഡ് ആസ് യു ക്യാൻ സീ ഇറ്റ് ഇസ് എ വെരി ബ്യൂട്ടിഫുൾ പ്ലേസ്. നമുക്ക് എന്താണ് ലൈക്ക് എനിക്ക് തോന്നുന്നു രാവിലെ ഒരു 10-11 ആ ടൈമിലൊക്കെ എടുത്തതാണ്. ബട്ട് ഇറ്റ് ഡസൻ ഫീൽ സോ ക്രൗഡഡ് ആൻഡ് ഇറ്റ് വാസ് സോ നോട്ട് ദാറ്റ് ക്വയറ്റ്, ബട്ട് ഭയങ്കര ട്രാഫിക് ബഹളം അങ്ങനെയൊന്നുമില്ല. ആൻഡ് ഇഫ് യു ഹാവൻ ബീൻ ടു മലേഷ്യ യു ഹാവ് ടു ഗോ ടു മലേഷ്യ. ഓൾസോ ഇഫ് യു ആർ ഗോയിങ് ടു മലേഷ്യ ഡോണ്ട് ബി ലൈക്ക് എ ടൂറിസ്റ്റ്, ബിക്കോസ് നമ്മൾ ടൂറിസ്റ്റ് പോകുന്നൊരു പ്ലേസ് അല്ല ഇതെല്ലാം. ഇതൊന്നും ടൂറിസ്റ്റ് പോകുന്ന പ്ലേസ് അല്ല. ദീസ് ഓൾ ആർ ലൈക്ക് റെസിഡൻഷ്യൽ ഏരിയ ആൻഡ് കൊമേഴ്ഷ്യൽ ബിൽഡിങ്സ് അല്ലെങ്കിൽ ഓഫീസസ് ഉള്ള ഒരു ഏരിയ ആണിത്. അപ്പോൾ സോ അതുകൊണ്ട് തന്നെ ടൂറിസ്റ്റ് അധികം ഈ റൂട്ടിലൂടെ ട്രാവൽ ചെയ്യാൻ ചാൻസസ് കുറച്ച് കുറവാണ്. സോ നിങ്ങളല്ലാതെ ഒരു കൺട്രി എക്സ്പ്ലോർ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് പോകുമ്പോഴായിരിക്കും ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന കുറേ പ്ലേസസിലൊക്കെ നിങ്ങൾ പോകാനുള്ള ചാൻസസ് ഉള്ളത്. യാ, ആൻഡ് നമ്മൾ ആ ദിവസത്തെ മീറ്റിംഗ് ഇറ്റ് വാസ് ലൈക്ക് okay, the second day meeting, but much better than the first day. And after that we went to a nearby ഫാമിലി മാർട്ട് ഓർ 7-Eleven ഏതോ ഒന്നിലാണ് ഞാൻ പോയത്. ആൻഡ് ഫ്രം ദെയർ ഐ വാസ് ചൂസിങ് എ ഡ്രിങ്ക്. നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ട്രെൻഡ് ആയിട്ടുള്ളൊരു സംഭവം ഉണ്ടായിരുന്നല്ലോ, 7-Elevenലത്തെ ഓരോ ഡ്രിങ്ക്സ് ട്രൈ ഔട്ട് ചെയ്യുക, മിക്സ് ആൻഡ് മാച്ച് ചെയ്യുക. സോ ഐ വാസ് ഓൾസോ ടേക്കിംഗ് സം വീഡിയോസ് മിക്സിങ് സം ഡ്രിങ്ക്സ് വിത്ത് സം അതർ ഡ്രിങ്ക്സ് ആൻഡ് മേക്കിംഗ് മൈ ഓൺ ഡ്രിങ്ക്. അപ്പോൾ അതെല്ലാമായിരുന്നു. ആൻഡ് ദിസ് വാസ് എ ഗോ ടു പ്ലേസ് ഫോർ വെൻ വി സ്റ്റേഡ് ഇൻ മലേഷ്യ. ബിക്കോസ് നമ്മൾ ഇനിഷ്യലി ചെന്ന ദിവസങ്ങളിലൊക്കെ നമുക്ക് ആദ്യം തന്നെ ഒരു കുക്കിനെ എടുക്കാനോ എല്ലാ ഗ്രോസറീസും പർച്ചേസ് ചെയ്ത് വെച്ച് നമുക്ക് കുക്ക് ചെയ്യാനുള്ളൊരു ടൈം ഇല്ലായിരുന്നു. ബിക്കോസ് വി വെൻറ്റ് ഫോർ മീറ്റിംഗ് ആൻഡ് വി ഡോണ്ട് നോ വെദർ വി വിൽ സ്റ്റിക്ക് ഓൺ ടു ദിസ് പ്ലേസ്.